മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു പാർട്ട് മാർച്ച് 21 തീയതി വടകരയിൽ നിന്ന് ബിജു എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ തുടങ്ങുന്നു: ഭാരത പൈതൃകത്തിനുമേൽ കടന്നു കയറുന്നവർക്ക് ഒരു താക്കീത്. സ്വയം പ്രഖ്യാപിത സെക്കുലർ ബുദ്ധിജീവി ജേണലുകൾക്ക് എന്താ യോഗി ആദിത്യനാഥിനോട് ഇത്രയും കലി തുള്ളുന്ന അവസ്ഥ എന്നൊന്നറിയാൻ അങ്ങേരുടെ പഴയ അഭിമുഖങ്ങൾ ഒന്ന് കണ്ട് നോക്കിയതാ. അതോടെ അവരുടെ കുരുവിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലായി. അതിലൊക്കെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയല്ലേ സെക്കുലർ ലിബറലുകളെ ഓരോ മതേതര ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നേ. അതിൽ തന്നെ ആരുടെ മണ്ഡലത്തിലെ സ്ഥലപ്പേരുകൾ മാറ്റുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അതായത് നിങ്ങൾ മിയാ ബസാറിനെ മായാ ബസാർ ആക്കിയില്ലേ എന്ന ചോദ്യത്തിന്, അലി നഗറിനെ നിങ്ങൾ ആര്യനഗർ ആക്കിയില്ലേ എന്ന ചോദ്യത്തിന്, ഉറുദു നഗറിനെ ഹിന്ദു നഗർ ആക്കിയില്ലേ എന്ന ചോദ്യത്തിന്, അത് മാത്രമല്ല ഹുമയൂൺ പൂരിനെ ഞങ്ങൾ ഹനുമാൻ പൂരാക്കി, ഇസ്ലാം പൂരിനെ ഞങ്ങൾ ഈശ്വർ പൂരാക്കി, ഇതുപോലെ മാറ്റാനുള്ളതൊക്കെ ഇനിയും മാറ്റും. ഈ ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം മായാ ബസാറിനെ മിയാ ബസാർ ആക്കിയതാരാ? ഔറംഗസേബ് അല്ലേ ആക്കിയത്? ബാക്കിയുള്ളതും ഇങ്ങനെ ഓരോരുത്തർ വന്നല്ലേ മാറ്റിയത്? ഇങ്ങനെ വിദേശികൾ വന്ന് നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ പൈതൃകങ്ങൾ അവരുടേതാക്കി എന്ന് കരുതി അതിപ്പോഴും നമ്മൾ സഹിക്കണോ? പിന്നെ ഇത് മാറ്റുന്നത് നമ്മുടെ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനും കൂടിയാണ് എന്നാണ് ആദിത്യനാഥ്ജി മറുപടി കൊടുത്തത്. അപ്പോൾ പിന്നെ നിങ്ങൾ താജ്മഹലിന്റെ പേര് മാറ്റുമോ എന്നായി ചോദ്യം. അതിനും ഇതേപോലത്തെ ചരിത്രമുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ അതും ചെയ്യുമെന്ന് പറഞ്ഞു ആദിത്യനാഥ്ജി. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി തിരിച്ച് അദ്ദേഹം ചോദിച്ചു, അക്ബർപൂരിനെ അംബേദ്കർപൂർ ആക്കിയപ്പോൾ ഇതേ ചോദ്യം എന്തേ നിങ്ങൾ മമതയോട് ചോദിക്കാഞ്ഞേ എന്ന്. അതോടെ ഈ വിഷയം വിട്ടു. പിന്നെ അടുത്തതായി ഒരു ചോദ്യം, നിങ്ങളൊരു മുസ്ലിം വിരോധിയല്ലേ എന്നായി. ഉടനെ ആദിത്യനാഥ്ജി മറുപടി കൊടുത്തു, നിങ്ങൾ ഗോരഖ്പൂർ ക്ഷേത്രത്തിൽ പോയി നോക്ക്. അവിടെ മന്ദിരിന് കീഴിൽ ഭോജനശാലയുണ്ട്. അതിൽ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ മന്ദിരിന് കീഴിലെ സൗജന്യ ചികിത്സ നടത്തുന്ന ആശുപത്രിയിൽ പോയി നോക്കാം. അവിടെയും സ്ഥിതി ഇങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഷാനവാസ് ഹുസൈനാണ്. അതുപോലെ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കുന്നതിനെ ആദ്യം അനുകൂലിച്ച് സംസാരിച്ചത് ഞാൻ തന്നെയാണ്. ഇതുപോലത്തെ രാജ്യസ്നേഹികളെ ഞാൻ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. എന്നാൽ ഒസാമ ബിൻ ലാദനെയും ഔറംഗസീബിനെയും പോലത്തെ ആളുകളെ സ്നേഹിച്ചു അവരെ മാതൃകയാക്കി പാകിസ്ഥാന്റെയൊക്കെ പതാക ഇന്ത്യൻ മണ്ണിൽ പാറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ എതിർക്കാനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും. അതിനെ മുസ്ലിം വിരോധം എന്നല്ലല്ലോ പറയുക. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ 500-ലധികം കലാപങ്ങൾ ഉണ്ടായി. എന്നാൽ ഗോരഖ്പൂരിൽ ഹിന്ദു എങ്ങനെ സുരക്ഷിതമായിരുന്നോ അതുപോലെ അവിടുത്തെ മുസ്ലിങ്ങളും സുരക്ഷിതരായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇങ്ങനെ ഏത് ചോദ്യത്തിനും ആരെയും കൂസാതെ ഒളിച്ചുകെട്ടൽ ഇല്ലാതെയുള്ള തുറന്നു പറച്ചിൽ, 2 കൈയും കൂട്ടിയടിച്ചാലല്ലേ ഒച്ച ഉണ്ടാവൂ എന്ന നയം, അത് തന്നെയാണ് ആദിത്യനാഥിനെ എന്നും വിവാദ പുരുഷനും വർഗീയവാദിയുമാക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നോണ്ട് തന്നെയാണ് മൂപ്പരെ കാണുമ്പോൾ അഭിനവ ലിബറലുകൾക്കൊക്കെ വല്ലാണ്ട് ഫാസിസത്തിന്റെ കാലോച്ച കേൾക്കുന്നതും. ഇന്നിപ്പോ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ആദിത്യനാഥ്ജി ചുമതലയേൽക്കുമ്പോൾ അതിൽ സന്നിഹിതനായിരുന്ന മോദിജി ഒരു കാര്യം പറഞ്ഞിരുന്നു, യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഉത്തർപ്രദേശിനെ ഉത്തം പ്രദേശ് ആക്കുമെന്ന്. ഇനി ഇത് കേട്ട് ഉത്തർപ്രദേശിന്റെ പേര് മാറ്റാൻ ആദിത്യനാഥ്ജിയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് സെക്കുലർ ആരും വരാഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി യോഗി ആദിത്യനാഥ്ജിക്ക് ആശംസകൾ. കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ധന്യമായിട്ട് അതിഗംഭീരമായിട്ട്
അധികാരമേറ്റെടുത്ത ദിവസം മുതൽക്ക് തിന്മകൾക്കെതിരെ പയറ്റാൻ കഴിവുള്ള ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് എന്ന് തെളിയിച്ചു എന്ന് പറയണമെങ്കിൽ വെറുതെ ടൈംസ് നൗവും NDTVയും CNN IBNും ഇന്ത്യ ടുഡേയും മാത്രം കണ്ടാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ശ്രീ നരേന്ദ്രമോദി ചാർജ് എടുക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നെഗറ്റീവായിട്ടാണെങ്കിലും ആണോ ആ സംഭവത്തെ വരച്ചു കാട്ടിയത്, അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടിയാണ് ഉത്തർപ്രദേശില് യോഗിയുടെ സത്യപ്രതിജ്ഞയും അതിനുശേഷമുള്ള തീരുമാനവും. 127.5 കോടി ജനതയുള്ള ഭാരതത്തില് 3.5 കോടി മലയാളികളും 1/2 കോടി ആസാമികളുമുള്ള ഈ കേരളത്തിലെ ചിലര് പട്ടി കുറയ്ക്കുന്ന മാതിരി നിരന്തരം കുറയ്ക്കുന്നു എന്നല്ലാതെ 127.5 കോടി ജനതയുടെ മുമ്പില് ഈ 3.5 കോടി ഇന്നലെ ജനിച്ച കുട്ടി ഉൾപ്പെടെ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഓർമ്മിക്കുക, ധന്യമായിട്ടുള്ള ഒരു മാറ്റത്തിന് ചങ്കൂറ്റമുള്ള 2 വ്യക്തികള് ഭാരതത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയും ഭാരതമെന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയുമായിട്ടുണ്ടെങ്കിൽ അത് നിയതിയാണ്, ഈശ്വരേച്ഛയാണ്, ദൈവനിശ്ചയമാണ് എന്നുകൂടി അഭിമാനത്തോടു കൂടി ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കത് കേൾക്കാനും ഇനിയും കൂടുതൽ കൂടുതൽ നന്മകൾ കേൾക്കാനും തിന്മകൾ ഉണ്ടെങ്കിൽ എതിർക്കാനും നഖശിഖാന്തം വിമർശിക്കേണ്ടതിനെ വിമർശിക്കാനും അഭിനന്ദിക്കേണ്ടതിനെ വാനോളം അഭിനന്ദിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.